ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ സ്ട്രെസ്സിലോ ഡിപ്രഷനിലോ ഇരിക്കുകയാണോ എങ്കിൽ അതിനോട് കുറച്ച് സമയത്തേക്ക് ഒരു ഗുഡ് ബൈ പറഞ്ഞേക്കുക. കാരണം നമ്മളെല്ലാവരും ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജി വീണ്ടും അവതരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ജി ആരാന്ന് മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. ഞാൻ ചെറിയൊരു ഇൻട്രഡക്ഷൻ നമുക്ക് ജിക്ക് വേണ്ടിയിട്ട് കൊടുക്കാം. നിലപാടുകളുടെ രാജ്കുമാർ, നിലപാട് സിംഗം, അഖിൽമാരായ മതമിളകിയ കാട്ടാന മുന്നിൽ വന്ന് നിന്നാലും നെഞ്ചും വിരിച്ച് പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവൻ അഖിൽമാരായ. ലോകം മുഴുവൻ തനിക്ക് എതിർത്ത് നിന്നാലും താൻ പറഞ്ഞ നിലപാടിനെ കാശത്തിലിട്ട് അമക്കി പിടിക്കണ അഖിൽമാരായ. അയ്യോ എൻ്റെ പോരോ. അപ്പൊ ഗൈസ്, നമ്മുടെ ജി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജി ഈ ഇലക്ഷന് മത്സരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇലക്ഷന് മത്സരിച്ചിട്ടുണ്ടായിരുന്നു 2020 വേണ്ടിയിട്ട് ഇന്ത്യയുടെ BJP നമ്മുടെ ചാണകത്തിൽ ചവിട്ടിയിട്ടാണല്ലോ നമ്മുടെ ജി നിന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ജി അതിന് മുന്നേ എന്താ പറഞ്ഞത്, ഞാൻ ചാണകത്തിൽ ചവിട്ടൂല, ഇതൊക്കെ വർഗീയ ശക്തികളാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് നേരെ ഇപ്പുറത്തോട്ട് മലക്കം പറഞ്ഞിട്ട് ഇപ്പൊ എന്താ വീണ്ടും ജി 2020 ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇതെല്ലാം വർഗീയ ശക്തികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ജി ഇപ്പൊ എന്താണ്ട് വീണ്ടും മാറിയിരിക്കുകയാണ്. എന്റെ ജി അന്ന് രമേശ് പിഷാരടി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? അഖിൽമാരാർ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ വലിയ വിലയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പൊ പറയുന്നത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതേ അഖിൽമാരാർ തന്നെ മാറ്റി പറയും. അതുകൊണ്ട് നമ്മൾ ഇതിനൊന്നും വലിയ വില കൊടുക്കേണ്ട കാര്യമില്ലെന്ന് അന്ന് രമേശ് പിഷാരടി പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് ഇപ്പൊ നമുക്ക് ഏറെക്കുറെ മനസ്സിലായിട്ട് വരുന്നുണ്ട്. എന്നാലും എന്റെ ജി ഇത് എങ്ങനെ ജിക്ക് സാധിക്കുന്നത്? പേളിക്ക് 4 ലക്ഷം, എനിക്ക് നഷ്ടമായത് 70,000 ഫോളോവേഴ്സ്, അഞ്ജലിക്കും ഇതേ അവസ്ഥ അഖിൽമാരാർ. ഗൈസ്, സംഭവം എന്താണെന്ന് ഞാൻ ചുരുക്കി പറഞ്ഞു തരാം. നമ്മുടെ ജി ഈ ഒരു ഇലക്ഷന് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മൾ നേരത്തെ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇങ്ങനെ ഇലക്ഷന് ഈ പറയുന്ന പ്രചാരണത്തിന് ഈ കോമാളി വേഷം കെട്ടി നടന്നപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺഗ്രസ് സീറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ മറ്റേ BJP പോയി ചേർന്നിട്ടുണ്ടായിരുന്നത്. 2020 സ്ഥാനാർത്ഥിയായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ 2020 ക്രിക്കറ്റ് കളിക്കാനല്ലല്ലോ പോയിട്ടുണ്ടായിരുന്നത്, കോമാളി വേഷം കെട്ടാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ പുള്ളി പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ചെന്നിട്ട് കുറെ ഫണ്ടുകളൊക്കെ BJP നല്ല ഫണ്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇപ്പം ഇവർക്കെതിരെ തിരിയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരൊന്നും കൊടുക്കാന്ന് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊന്നും ജിക്ക് കൊടുത്തിട്ടില്ല. ജീനെ വട്ടത്തിലും ത്രികോണത്തിലും വേറെ ഏതൊക്കെ ആംഗിൾ ഉണ്ടോ അതിനകത്ത് എല്ലാം അങ്ങ് ജീനെ മൂഞ്ചിച്ച് വിട്ടേക്കാണ്. എന്താണെങ്കിലും ജി മീഡിയാസിന്റെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ടൊന്ന് കേൾക്കാം. അല്ല, ഇത് മധു വളരെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ കൊട്ടാരക്കരയിൽ UDFന്റെ കാൻഡിഡേറ്റ് ആയിട്ട് എന്റെ പേരൊക്കെ പല മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം ഞാൻ UDFുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തിന്റെ പേരിലാണ്. അപ്പൊ ഞാൻ ആക്ച്വലി ആ സീറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം സ്വതന്ത്രമായി മത്സരിക്കണമെന്നൊരു ആഗ്രഹമായിട്ട് നിന്ന ഒരാളാണ്. അപ്പൊ സ്വതന്ത്രമായിട്ട് മത്സരിക്കാനുള്ള എന്റെ ഒരു ആഗ്രഹത്തെ ആക്ച്വലി സപ്പോർട്ട് ചെയ്തുകൊണ്ട് സാബു ജേക്കബ് പോയിരുന്നു. അതിന് മുൻപ് തന്നെ NDAയുടെ കുറെ ഏജൻസികൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു. പൈസ തരാം, അങ്ങനെ തരാം, ഇങ്ങനെ തരാം, പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ എല്ലാവരെയും പുച്ഛിച്ച് തള്ളിക്കളയാണ് ചെയ്തത്. പിന്നീട് എന്റെ തന്നെ ഒരു ആഗ്രഹമായിരുന്നു സ്വതന്ത്രമായിട്ട് മത്സരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സാബു ജേക്കബ് വരുന്നത്. കൊട്ടാരക്കര സീറ്റ് ഡൽഹിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഉറപ്പ് നൽകാമെങ്കിൽ, ആരും 2020 അവിടെ ആളില്ല, 2020 സംഘടന ഇല്ലാത്തൊരു സ്ഥലത്ത് അവർക്കൊരു സീറ്റ് ചോദിക്കാൻ പറ്റില്ല. പക്ഷേ ഞാനാണെന്നുണ്ടെങ്കിൽ ആ സീറ്റ് അവർ ഉറപ്പ് മേടിച്ചു തരാം. രാജീവ് ചന്ദ്രശേഖറുമായിട്ട് സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും കൺഫർമേഷൻ പറയുന്നു. അങ്ങനെ ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ 2020 ചേരാൻ തീരുമാനമെടുക്കുന്നത്. കാര്യം എന്നെ സംബന്ധിച്ച് ഒരു സ്വതന്ത്ര ഇമേജിൽ തന്നെ എന്റെ നാട്ടിൽ മത്സരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഒരുക്കുക. പക്ഷേ അതിനുശേഷം സംഭവിച്ചത്, രശ്മി പിന്നീട് വരുന്നു. ഈ പിന്നീട് രശ്മി വന്നതാണോ വരുത്തിച്ചതാണോ എന്നതുപോലും എനിക്ക് പിന്നീട് സംശയമുണ്ട്. എന്തായാലും കൊട്ടാരക്കര സീറ്റിലേക്ക് രശ്മി വരുന്നു. രശ്മിക്ക് ആ സീറ്റ് അവർ നൽകുന്നു. പിന്നീട് ഞാൻ പറയുന്നു, ശരി ഞാൻ മാറി നിൽക്കാം. അപ്പം പറയുന്നു, അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അഖിൽ മാറണ്ട, നമുക്ക് തൃപ്പൂണിത്തുറ സീറ്റിലേക്ക് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലേക്ക് ഒരു ചർച്ച വരുന്നു. തൃപ്പൂണിത്തുറ സീറ്റ് ആ സമയത്ത് 2020 കൊടുക്കാൻ BJPക്ക് താല്പര്യമില്ല. കാര്യം അവരുടെ നഗരസഭ അവർക്ക് ഭരണമുള്ള സ്ഥലമാണ്. പക്ഷേ ഞാൻ ആ സമയത്ത് എന്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഞാൻ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നു. അദ്ദേഹം ആദ്യം ഇത് മറന്നുപോയി എന്നാണ് പറയുന്നത്. അതായത് അഖിൽ പത്തനാപുരത്താണെന്നാണ് ഞങ്ങൾ കരുതിയത്, മിസ്റ്റേക്ക് പറ്റിപ്പോയി. അപ്പോൾ അദ്ദേഹം എന്നോട് നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം പരിഹാരം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് RSS നേതാക്കന്മാരെയും ഞാൻ പോയി കണ്ടു. ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ രീതിയിൽ നമ്മളെ ഈ സാബു ജേക്കബ് കുടുക്കിയതാണ്. അതായത് എന്റെ അടുത്ത് പറഞ്ഞിരുന്നത്, രാജീവ് ചന്ദ്രശേഖറിന്റെയും സാന്നിധ്യത്തിൽ അഖിലിനെ നമ്മൾ പത്രസമ്മേളനം ചെയ്ത് കൊട്ടാരക്കരയിലേക്ക് അനൗൺസ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നിടത്ത് നിന്ന് എന്നെ 2020 ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഞാൻ 2020 ചേർന്നു എന്ന് പറഞ്ഞൊരു വാർത്ത അങ്ങ് കൊടുത്തു. അത് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചില്ലേ, ജി മുൻകാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ വർഗീയ ശക്തികളാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് RSSകാരുടെ അടുത്ത് പോയിട്ടാണെങ്കിൽ കെഞ്ചി പറയാണ്, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, എന്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ്, എന്റെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്റെ ജി ആദ്യം മനസ്സിലാക്കേണ്ട, ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഉള്ളില് അണ്ടർവെയർ ഇടാതിരിക്കുന്ന ആൾക്കാരെ അല്ല ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. ഇയാൾ ഇനി അങ്ങനെ വല്ലതും ആണോ, അത് വിചാരിച്ചിട്ട് ഇനി അങ്ങനെ വല്ലതും ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. ജി അതല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥി. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അതിന്റെ ലേബലല്ല, സ്വതന്ത്രം ഒറ്റയ്ക്ക് ഇതായിട്ട് നിൽക്കുന്നതിന് ആണ്, രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലുകളൊന്നും ഇല്ലാതെ നിൽക്കുന്നതിനാണ് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. ഇനി ജയിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ വല്ലതും പറ്റിയിട്ടുണ്ടോ ജി? അതൊന്ന് ജി ഒന്ന് ക്ലാരിഫൈ ചെയ്യണം കേട്ടോ. എന്താണെങ്കിൽ RSSകാരുടെ പോയിട്ട് മുന്നേ പോയിട്ട് കുമ്പിട്ട് നിന്നെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ജി സൂക്ഷിക്കണം കേട്ടോ. ബാക്കി പറ. ഞാൻ സ്റ്റക്കായി പോയി. കാരണം മണ്ഡലമോ കാര്യങ്ങളോ ഒന്നും പറയാതെ ഞാൻ 2020 ചേർന്നു എന്നൊരു വാർത്ത കൊടുക്കുകയും
സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിച്ചത് ഇദ്ദേഹം ഉറപ്പ് നൽകിയതല്ലേ. എനിക്ക് എല്ലാ വാട്സ്ആപ്പ് ചാറ്റുകളും കിടപ്പുണ്ട്. ആ ഉറപ്പ് നൽകുന്നതും ഞാൻ സംശയം പറയുന്നതും പിന്നീട് വീണ്ടും ഉറപ്പ് നൽകുന്നതും ഇതെല്ലാം കഴിഞ്ഞ് തൃപ്പൂണിത്തറ സീറ്റ് 2020 കൊടുക്കുന്നു. തൃപ്പൂണിത്തറ സീറ്റ് 2020 കൊടുക്കുന്ന സമയത്തും സംഘത്തിന്റെ ഭാഗത്തു നിന്നും BJP ഭാഗത്തു നിന്നും ഞാനാണ് 2020 സ്ഥാനാർത്ഥി എന്നുള്ളതാണ് എല്ലാവരുടെ ചർച്ചകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ എന്നെ തൃക്കാക്കരയിൽ ബുദ്ധിപരമായി അനൗൺസ് ചെയ്യിച്ചതിന് ശേഷം അതിനുശേഷമാണ് അഞ്ജലി എടുത്ത് സംസാരിക്കുന്നത്. അഞ്ജലി ആകെ പറഞ്ഞിരുന്നത് സ്വന്തം നാടാണ് തൃപ്പൂണിത്തറ, അവിടെ മത്സരിക്കാന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ 20 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ BMW ഒരു ബൈക്ക് ഒരു വർഷത്തിനുള്ളിൽ ഞാൻ വിറ്റിട്ടാണ് എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനുള്ള ഫണ്ട് ആദ്യം ഞാൻ ചെലവഴിക്കുന്നത്. ഇവിടെ വർക്ക് ചെയ്യാൻ ഇവിടെ 2020 എന്റെ അടുത്ത് തൃക്കാക്കരയിലേക്ക് വരുന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞത്, ഇവിടെ 18 കൗൺസിലർമാർ മത്സരിച്ചിട്ടുണ്ട്, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം 15,000 വോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇവിടെ നമുക്കൊരു കൗൺസിലർ ജയിച്ചിട്ടുണ്ടെന്നാണ്. സത്യം പറഞ്ഞാൽ മാധു, 2 പേരാണ് 2020 വേണ്ടി മത്സരിക്കാൻ തൃക്കാക്കരയിൽ എന്റെ കൂടെ പ്രവർത്തിക്കാനുണ്ടായിരുന്നത് ആത്മാർത്ഥമായിട്ട്. പിന്നെ ഓഫീസിൽ നിന്നുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പലരും ചെയ്യുന്നെങ്കിലും പ്രവർത്തനത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 പേർ, ഒരു മണ്ഡലം ഓഫീസില്ല. അതായത് NDAക്ക് ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പോലും തൃക്കാക്കരയിൽ ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് ഞാൻ കാട്ടിക്കൂട്ടിയ ബഹളങ്ങളാണ് യഥാർത്ഥത്തിൽ അന്നാണ് നടന്നത് മുഴുവൻ. ആ ബഹളങ്ങൾ ഞാനിങ്ങനെ ഒന്ന് ആലോചിച്ച് പോവാണ്. ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേ? ബിഗ് ബോസ് കണ്ട ഏതൊരാളും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യും. അവിടെ ചെന്നപ്പോഴത്തേക്കിന് എല്ലാവരും അഖിൽമാരാർ 4 സൈഡിൽ ഇതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഖിൽമാരാർ എന്റെ പൊന്നോ, ഇവർ പച്ചയ്ക്ക് പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തന്റെ കയ്യിലുണ്ടായിരുന്ന BMW ബൈക്ക് പോലും വിട്ടിട്ടാണ് പ്രചരണത്തിന് ഇറങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സാമൂഹ്യ സേവനം, അതിനു വേണ്ടിയിട്ട് മനസ്സ് അർപ്പിച്ചിറങ്ങിയേക്കുന്ന നമ്മുടെ ജീനെ അവർ നിരുത്സാഹപ്പെടുത്തി, മുടയിലേ നുള്ളി. എന്റെ ജി ഇപ്പൊ അതൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിന് ജിക്ക് അങ്ങനെ ഒരു കോമാളി വേഷം കെട്ടേണ്ട ആവശ്യകത ഉണ്ടായിരുന്നോ? കോമാളി ബാക്കി കേൾക്കാം. ചെലവിലുള്ള പണമൊന്നും 2020 തന്നില്ലേ? ഈ ബൈക്ക് വിറ്റ പണം മാത്രമാണോ ചെലവഴിച്ചത്? അല്ല, ഞാൻ പറഞ്ഞത്, അതായത് തുടക്കത്തിലെ കാര്യം പറഞ്ഞത്. ഒരു കാര്യങ്ങളും മുന്നോട്ട് നീങ്ങുന്നില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് നമ്മൾ ഇറങ്ങിപ്പോയി. കാരണം ജീവിതം നശിക്കുന്നതും നാണക്കേടും എല്ലാം ഈ വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയിലേക്കാണല്ലോ ചുരുങ്ങുന്നത്. അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തുടങ്ങിയതിന് ശേഷം ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ചെലവാക്കിയ പണമെങ്കിലും നിങ്ങൾ നൽകിയേ പറ്റൂ. അങ്ങനെ ഞാൻ, അതായത് വണ്ടിക്കാശെങ്കിലും കൊടുത്തു വിടറേ. എന്തൊരു കഷ്ടമാണിത്. 2020 കയറിയിട്ട് വണ്ടിക്കാശെങ്കിലും കൊടുത്തു വിട്. ഒന്നുമില്ലെങ്കിൽ ജിയുടെ BMW ബൈക്കൊക്കെ വിറ്റിട്ട് വന്നതല്ലേ. പെട്രോൾ അടിക്ക് ഒരു 100 രൂപ, പൊട്ടന് 50 രൂപ കൊടുത്തുറ. നിങ്ങളൊക്കെ ജീനെ പൊട്ടനാക്കി കളഞ്ഞില്ലേ നിങ്ങള്? ചെറിയ പൈസകൾ മാത്രമേ നമ്മൾ തൃക്കാക്കര ചെലവഴിച്ചിട്ടുള്ളൂ. ആ ചെറിയ പൈസകൾ മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിഞ്ഞത് BJPയിൽ നിന്ന് വലിയൊരു ഫണ്ട് അതുപോലെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതിൽ പല മണ്ഡലങ്ങളിലും, കാരണം 2020 സ്വന്തമായി പണം ചെലവഴിക്കുന്നുണ്ട്, BJP സഖ്യകക്ഷികൾക്ക് മത്സരിക്കാനുള്ള പണം നൽകുന്നുണ്ട്, ഇതെല്ലാം തന്നിട്ടും സ്ഥാനാർത്ഥികളേക്ക് പണം എത്തിയില്ലേ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ പറയേണ്ടി വന്നത് എന്റെ ഗതികേട് കൊണ്ടാണ്. കാരണം ഗതികേടെന്ന് പറയല്ലേ ജിക്ക് ഇപ്പൊ അവിടുന്ന് ഫണ്ട് വന്നു, ഈ സംഭവങ്ങളൊന്നും ജിക്ക് കിട്ടാത്തതിന്റെ പേരിലാണ് ജിക്ക് ഇപ്പൊ ഇങ്ങനെ വന്നത്. ജിക്ക് ഫണ്ട് കിട്ടിയതിന് ജി ഇതുപോലെ വന്ന് പറയുമായിരുന്നോ? ജി ഒരു അക്ഷരം ഉണ്ടായിരുന്നോ? അത് കിട്ടാത്തതിന്റെ പേരിലല്ലേ ജി ഇപ്പൊ ഇത് വന്ന് പറഞ്ഞത്? എന്റെ ജി എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുക ജി. എന്നാലും നമ്മൾ കേൾക്കുന്ന പഴി ഇതാണ്. ഞാനായിക്കോട്ടെ, എന്റെ ബന്ധുക്കളായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, എല്ലാ തലത്തു നിന്നും കേൾക്കുന്നത് നമുക്ക് എന്തോ പണം നൽകിയത് കൊണ്ടാണ് നമ്മൾ 2020 വന്നത്. കൊട്ടാരക്കര സീറ്റിൽ മത്സരിച്ചാൽ ജയിക്കാനുള്ള ഒരു സാധ്യത എന്റെ മുന്നിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പാർട്ടി ചേർന്നത്. അല്ലാതെ തൃക്കാക്കര വന്ന് പണം മേടിച്ച് മത്സരിക്കാൻ വന്ന ആളല്ല ഞാൻ. അതെ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് 2020 ഈ ചാണകത്തിൽ പോയി ചവിട്ടിയേക്കാണ് നമ്മുടെ ജി. ആ ലോജിക്കാണ് എനിക്ക് മനസ്സിലാകാത്തത്. സ്വതന്ത്രനായിട്ട് മത്സരിക്കണമെന്ന് വിചാരിച്ചൊരു വ്യക്തിയാണെങ്കിൽ നേരെ 2020 വേണ്ടിയിട്ട് പോയി മത്സരിക്കുന്നു. എന്താണ് ജി ഇതൊക്കെ? ജി പറയുന്ന കാര്യങ്ങൾ ജി തന്നെ സ്വയം ഒന്ന് പ്രോത്സാഹിപ്പിക്കും. ഇതിനെ മാറ്റി പറയരുത്. ഇവിടെ കാണാൻ ഉറച്ചു നിൽക്കണം. പിന്നെ മത്സരിക്കാൻ രംഗത്ത് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് 10 കൂടുതൽ പിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം. സംഘടന തീരെ ഇല്ലാത്ത, പ്രവർത്തിക്കാൻ ഒരു കൗൺസിലർ ഇവർക്ക് ജയിച്ചിട്ടുണ്ടായിരുന്നു. ആ കൗൺസിലർ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്നെ കാണാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല. അതായത് അത്രയ്ക്ക് പട്ടിപ്പുച്ചമായിരുന്നേ. കാണാൻ പോലും താല്പര്യമില്ല. ജി നിങ്ങളുടെ ഇതിലുണ്ടായിരുന്ന ആൾക്കാർക്ക് പോലും ജി നിങ്ങളെ കാണാനെ കൊണ്ട് താല്പര്യം പോലും ഇല്ലാതെ ഇങ്ങനെ പട്ടിപ്പുച്ച കാണിച്ച് ഇങ്ങനെ അകറ്റി നിർത്തിയേക്കായിരുന്നു. അപ്പൊ ഈ പൊതുജനം നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 2020 ഈ തീരുമാനത്തിന് ശേഷം അകന്നു പോയവരാണ് എല്ലാവരും. ഇപ്പം മാങ്ങ ചാണകത്തിൽ വീണു എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ പോയവരാണ് മത്സരിച്ച ഭൂരിഭാഗം പേരും. അപ്പൊ ഈ യാഥാർത്ഥ്യം ഞാൻ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് പ്രവർത്തിക്കാൻ ഒപ്പം ആളില്ല. ഞാൻ എന്റെ സുഹൃത്തുക്കളെയും എന്റെ ബന്ധുക്കളെയും എന്നാലും വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഫണ്ടുകൾ നമ്മളൊക്കെ എന്തോരം വീഴ്ച പറഞ്ഞ കാര്യം. നമ്മൾ അന്ന് പറഞ്ഞാണ് BJPക്ക് നല്ല ഫണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇമാതിരി കോമാളിത്തരം കാണിക്കാനെ കൊണ്ട് ഇവര് വന്ന് നിൽക്കുമോ? ചാണകത്തിൽ പോയി ചവിട്ടിയിട്ട് ജി പറയാണ് അവരെന്നെ മൂജിച്ചെന്ന്. ജി തന്നെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവരൊക്കെ വർഗീയ ശക്തികളാണ്, അവരൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോ ജി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ജി തന്നെ. ഞാൻ എന്തൊക്കെയാണ് ലൈവിനകത്ത് പറഞ്ഞത്? പ്രിയമുള്ളവരെ, ഇവർ ഈ RSS സംഘപരിവാർ ഇവർ വർഗീയ ശക്തികളാണ് എന്ന് പറഞ്ഞ് രാത്രി ലൈവ് ഇടും. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ജി നമ്മൾ ഫണ്ട് തരാം, നിങ്ങൾ ഇലക്ഷൻ അയക്കുക. കോൺഗ്രസ് എനിക്ക് സീറ്റ് കിട്ടില്ല, നിങ്ങൾ തരുമല്ലോ, ഉറപ്പല്ലേ, ഫണ്ട് കിട്ടുമല്ലോ.
ഓക്കെ ഡി എന്ന് പറഞ്ഞ് ജി പോയി. ലാസ്റ്റ് മൂഞ്ചി തെറ്റി താണ്ട് അരിയും മൂഞ്ചി മണ്ണെണ്ണ മൂഞ്ചി ഉത്തരത്തിലെടുത്ത് കിട്ടിയതുമില്ല, കഷ്ടത്തിലിരിക്കുന്ന പോവുകയും ചെയ്ത് നാട് മൊത്തം നാറുകയും ചെയ്ത്. T20 വേണ്ടി പ്രവർത്തിക്കാം. ഞാൻ ചോദിച്ചു, കൊല്ലം ജില്ലയുടെ പ്രസിഡന്റ് ആക്കി നിങ്ങൾ എന്നെ പോസ്റ്റ് ചെയ്യും, ഞാൻ ബാക്കി കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കൊല്ലം ജില്ലയിൽ ഞാൻ ചെയ്യാം. ഒരു മറുപടിയില്ല. ഞാനിവിടെ ഒരു തൃക്കാക്കരയിൽ പാവപ്പെട്ട കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുന്നു, സുരേഷ് ഗോപി 4 ലക്ഷം രൂപ തന്ന് സഹായിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ അത് വേണ്ടി ചെയ്യാൻ ഞാൻ ഈ കാര്യം ഞാൻ ഇദ്ദേഹത്തെ അറിയിക്കുന്നു. നല്ല കാര്യം എന്ന് പറഞ്ഞു പോലും ഒരു മെസ്സേജ് ഇല്ല. നമ്മുടെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വന്ന ഒരു പയ്യന്റെ കിഡ്നി ഫെയിലിയർ ആയിട്ട് തൃക്കാക്കര തോറ്റു, ശരിയാണ്. പക്ഷേ 2020 നിന്നിടത്ത് എല്ലായിടത്തും തോറ്റല്ലോ. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഇനി രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു വിചാരം ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. അതെന്നാ വർത്താനം ന്യൂസ് റിപ്പോർട്ടർ നിങ്ങൾ പറഞ്ഞത്? 2020 നിന്നിടത്ത് എല്ലാവരും തോറ്റല്ലോ, പിന്നെ അവർക്ക് മുന്നോട്ട് ഉണ്ടാകാൻ താല്പര്യമില്ല. ഷോ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന നമ്മുടെ ജീനെ, ഡിപ്രഷനിലിരിക്കുന്ന ജീനെ നിങ്ങൾ എന്നാ വർത്താനം പറയുന്നേ? അത്രയും മനസ്സ് വേദനിച്ച് അത്രയും മനസ്സ് തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് വീണ്ടും പറയുകയാണ് 2020 ഒരിടത്ത് ജയിച്ചില്ലല്ലോ, അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അവ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് ഫണ്ട് കിട്ടിയില്ല, ഞാൻ ഇത്രയും കിടന്ന കോമളി പൈസ കിട്ടിയില്ലേ, നമുക്ക് ഫണ്ട് കിട്ടില്ല, എന്റെ BMW ബൈക്ക് ഇപ്പൊ അനങ്ങുന്നില്ലെന്ന്. ഞാൻ വർഗീയമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നടത്തിയിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ഞാനൊരു വലിയ വർഗീയവാദിയായി മാറി കഴിഞ്ഞ 3 മാസം കൊണ്ട്. ഇപ്പോൾ പേളിമാണിക്ക് 4 ലക്ഷം ഫോളോവേഴ്സ് പോയെങ്കിൽ എനിക്ക് 70,000 ഫോളോവേഴ്സിനെ നഷ്ടപ്പെട്ടു. എന്നെ ഇഷ്ടപ്പെട്ട ജനതയാണ് എന്നെ തെറി വിളിക്കുന്നത്. അതിന് കാരണക്കാരനായ മനുഷ്യൻ അങ്ങേരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കുകയും നമുക്കതുകൊണ്ട് പഴി കേൾക്കേണ്ടി വരേണ്ട ആ ഭാരം, ആ വിഴുപ്പ് ഞാൻ പേരേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇത് തുറന്നു പറഞ്ഞുകൊണ്ട് സ്വതന്ത്രനായി തന്നെ മുന്നോട്ട് പോകാം. നാണം കെട്ടും പണം നേടുകയിൽ നാണക്കേടാ പണം മാറ്റിടും എന്നുള്ള ചൊല്ലും വിചാരിച്ചുകൊണ്ട് ജി അങ്ങോട്ട് ഇറങ്ങി തിരിച്ചാണ്. ആട്ടാറവന് ഇച്ചിരി നാണം കെട്ടാലും കുഴപ്പമില്ല, ഫണ്ട് കിട്ടല്ലോ, കീശയെ കുറച്ച് പൈസ ഇരിക്കല്ലോ എന്ന് വിചാരിച്ച് പോയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞാൽ അരിയും മൂഞ്ചി മണ്ണെണ്ണയും മൂഞ്ചി, അങ്ങനെ ഒരു അവസ്ഥയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ പേളിമാണിക്ക് 4 ലക്ഷം പോയി, എനിക്ക് 70,000 ഫോളോവേഴ്സ് പോയി, എൻ്റെ ഒരു അവസ്ഥ കണ്ടോന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അതുകൂടെ കുത്തിക്കയറ്റിയാണ് നമ്മുടെ ജിക്ക് സങ്കടം കൊണ്ടായിരിക്കും ഗൈസ് അത്രയും ഫോളോവേഴ്സ് ഒക്കെ പോയല്ലേ. പേളിമാണിയുടെ കാര്യത്തിൽ പേളിമാണി ഇതുപോലെ ആ ഒരു കാവ്യാണ് എനിക്ക് ഇഷ്ടപ്പെട്ട നിറന്നൊക്കെ പറഞ്ഞ അത് പറഞ്ഞപ്പോഴേ കഴിഞ്ഞ വീടിക്കകത്ത് ഒന്ന് പറയാനെ കൊണ്ട് വിട്ടു ഒരു സാധനം, ഒരു ഇത്തിരി എപ്പിക് സാധനം പേളിമാണി ആ ഒരു വീടിക്കകത്ത് അടിക്കും. നമുക്ക് അതൊന്ന് കാണാം. എല്ലാ പാർട്ടിയിലും, അത് ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, ഇവിടെയുള്ള എല്ലാ പാർട്ടിയിലും എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. എനിക്ക് എല്ലാ പാർട്ടിയും എനിക്ക് വേണ്ടപ്പെട്ടതാണ്, എല്ലാ പാർട്ടിയും എനിക്ക് ഇഷ്ടമാണ്. ബിക്കോസ് അതിലെല്ലാം എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. സോ ദാറ്റ് ഈസ് അനദർ തിങ് ദാറ്റ് ഐ വാണ്ട് ടു ക്ലാരിഫൈ. ഈ ക്ലാരിഫിക്കേഷൻ വീഡിയോയ്ക്ക് ഇനി ഒരു ക്ലാരിഫിക്കേഷൻ കൂടി നിങ്ങൾ ഇടേണ്ടതായിട്ട് വരും പേളിമാണി. കാര്യം വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അതായത് എല്ലാ പാർട്ടിയും എനിക്ക് ഇഷ്ടമാണെന്ന്. ഇപ്പൊ എല്ലാ പാർട്ടിയും ഇഷ്ടമാണ്. ഇവർ മറ്റേ സ്റ്റോറി ഇട്ടിട്ടാണെങ്കിൽ ഫെയിൽഡ് ഫിലിം മേക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇടാൻ നേരം വേണമെങ്കിൽ ഇവർ പറഞ്ഞെന്താ യെസ് എനിക്ക് കാവ്യാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും കോൺഫിഡൻസിൽ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ്, വേറൊരു നിറസ്റ്റ്. പക്ഷെ എനിക്ക് എല്ലാ പാർട്ടിയും ഇഷ്ടമാണത്. എല്ലാവരും ഈക്വലി ഒന്ന് ബാലൻസ് ചെയ്തല്ലോ. എൻ്റെ പൊന്നു പേളിമാണി വീണ്ടും പറയുന്നുണ്ട് ജി ഓൾറെഡി കോളിൽ പറഞ്ഞത് പേളിമാണിക്ക് 4 ലക്ഷം പോയി, എനിക്ക് 70,000 പോയി. വീണ്ടും പറയുന്നുണ്ട് ജി ഇപ്പോൾ പേളിമാണിക്ക് 4 ലക്ഷം ഫോളോവേഴ്സ് പോയെങ്കിൽ എനിക്ക് പോയിട്ടുണ്ട് 70,000 ഫോളോവേഴ്സ്. ഈ ഫോളോവേഴ്സ് ഇപ്പോൾ ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ എനിക്ക് 1000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ആ 1000 പേരുമായിട്ട് പോയി ജയിച്ചവനാണ്. എനിക്ക് ഫോളോവേഴ്സോ നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊന്നും എൻ്റെ വിഷയമല്ല. അല്ല പിന്നെന്താ നിങ്ങളുടെ വിഷയം? അല്ല നിങ്ങൾക്കത് വിഷയമില്ലെങ്കിൽ പിന്നെ ആ ഫോളോവേഴ്സ് ലിസ്റ്റിന്റെ കാര്യം ഇവിടെ പറയേണ്ട കാര്യം എന്തുവാ? നിങ്ങൾക്ക് എന്ത് വയ്യേ? പക്ഷേ ഇഷ്ടപ്പെടുന്ന ഒരാൾ തെറ്റിദ്ധരിച്ച് വെറുക്കേണ്ടി വരുന്നൊരവസ്ഥ. നമ്മളെ വിളിക്കുന്ന പല പരിപാടികളിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും എന്നെ ഒരു വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ടും ഒഴിവാക്കുന്ന അവസ്ഥ. ഞാൻ ദുബായിൽ പോയ സമയത്തും മറ്റുമൊക്കെ ഇതൊക്കെ എനിക്ക് കേൾക്കേണ്ടി വരുന്നൊരവസ്ഥ. അപ്പോൾ ഞാനിത് കേൾക്കാം, ഞാൻ തയ്യാറാണിത് കേൾക്കാൻ. പക്ഷേ ഇതൊക്കെ കേൾക്കാൻ കാരണക്കാരനായ ഒരാൾ സുഖിച്ച് ഒരക്ഷരം മിണ്ടാതെ അപ്പുറത്ത് നിൽക്കുകയാണ്. ഈ ചാണകത്തിൽ പോയി ചവിട്ടുന്നതിന് മുന്നേ ഇതേ ജിയും പറഞ്ഞിരുന്നത് എന്താണ്? ഈ RSSകാരെ BJP ഇവരെല്ലാം വർഗീയ ശക്തികളാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതേ ഇങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പൊ ജീനെ പോലെ തന്നെ ജിക്ക് മാത്രമേ ഇത് പറയാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് ചാണകത്തിൽ ചവിട്ടുന്ന ആൾക്കാരെ അവരുടെ ബാക്കിയുള്ള ആൾക്കാർ ഇതൊക്കെ തന്നെയല്ലേ പറയുള്ളൂ. ജസ്റ്റ് യൂസ് യുവർ കോമൺ സെൻസ്. നിങ്ങൾ തലച്ചോറ് ഊരി കഴുകാൻ എവിടെയോ കൊടുത്തിട്ട് നിങ്ങൾ പോയി പിന്നീട് തലച്ചോറ് എടുക്കാൻ നിങ്ങൾ മറന്നുപോയി. എപ്പോഴെങ്കിലും നിങ്ങൾ പോയെന്ന് എടുത്തല്ലോ കാര്യം. എന്തായാലും പുള്ളി അവിടെ പോയി ഒരു തിരിച്ചെടുത്തു വെച്ചെന്ന് തോന്നുന്നു. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഇനി 2 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇനി ഇയാൾ ഇനി ഇത് മാറ്റി പറയുന്നത് നമുക്കറിയത്തില്ല. ജിയാണ് നിലപാട് സിംഗമാണ്, നിലപാടുകളെ രാജകുമാരനാണ്, നമ്പാൻ പറ്റത്തില്ല. ഇനി അടുത്ത ബാക്കി പറഞ്ഞി യാതൊരു ബന്ധവും അഖിൽ മാരാർക്കില്ല. ഇപ്പൊ സ്വതന്ത്ര കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകും. കഴിഞ്ഞ 8 വർഷങ്ങളായിട്ടും ഞാൻ സ്വതന്ത്രമായിട്ട് തന്നെ നിന്നിരുന്ന ഒരാളാണ്. പലരും എന്നെ കോൺഗ്രസ്സുകാരനാക്കി മാറ്റിയെങ്കിലും എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധം ഉണ്ടായിരുന്നില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങൾ ഞാൻ സംസാരിക്കും. അത് നാളെയും എനിക്ക് VD സതീശന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ അദ്ദേഹത്തിന് എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റണം. അപ്പോൾ ഞാൻ NDA-കാരനായി പോയി അതുകൊണ്ട് അത് ശരിയല്ല എന്ന് ജനം പറയരുത്. അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഒരു ശരി വന്നാൽ അത് ശരിയെന്ന് പറയണം. ആ ശരിയെ NDA-കാരനാക്കി മാറ്റരുത്. ശരികളെ ശരിയും തെറ്റിനെ തെറ്റുമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ഞാനായി തന്നെ മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന് തോന്നി. അനാവശ്യ വിഴുപ്പുകൾ എനിക്ക് പേരേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് പറയാൻ വേണ്ടി ഇത് മാത്രമല്ല ഇന്നൊരു വീട് വെച്ച് കൊടുക്കുന്ന നല്ല ദിവസമാണ്. നാം എന്തായി കേൾക്കണേ? 2020 ആയിട്ടൊന്നും ഇനി ബന്ധമില്ലാന്നോ? ഒടുവിൽ അവരുമായിട്ട് ബ്രേക്കപ്പ് പറഞ്ഞു അല്ലേ? എനിക്കങ്ങനെ മനസ്സിലാവണില്ല. അങ്ങ് ആരാകുന്നു?
ഇവിടെ നമ്മുടെ ജി പറഞ്ഞേക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ആ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പോലും അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ചൂണ്ടിക്കാണിക്കാനെ കൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. ഞാനിപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റിലെ ആളുകൾ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് സാധിക്കണം എന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ പെട്ടെന്ന് എൻ്റെ നിലപാട് മാറ്റി അങ്ങനെയൊന്നുമല്ല. ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, ഇതെല്ലാം എനിക്ക് പറയാൻ സാധിക്കണം. ആ ഒരു മൂടൊക്കെയാണ് നമ്മുടെ ജി പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ നല്ല കാര്യം. അങ്ങനെ തന്നെയാണ് ഒരു നമ്മുടെ രാഷ്ട്രബോധമുള്ള ഒരു വ്യക്തി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അങ്ങനെ അതൊക്കെ തന്നെയാണ്. പക്ഷെ ജി ആയതുകൊണ്ട് ജി നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ BJP സംഘപരിവാർ ഇവരൊരു വർഗീയ ശക്തികളാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതേ ജി തന്നെയാണെങ്കിൽ ഒരിത്തിരി കാശ് കീശയിലിട്ട് തരാം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഓംബ്ര അടിയൻ അങ്ങ് മൊഴിഞ്ഞാലും നാം എന്ത് വേണമെങ്കിലും അങ്ങേക്ക് വേണ്ടി ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പണ്ട് പറയുന്നു. പക്ഷെ ഇവര് കിടിലമാണ്, ഇവര് സൂപ്പറാണ്, ഇവര് പൊളിയാണെന്ന് പറയും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ കാശ് കീശ വീടില്ല, കാശൊന്നും ഇല്ല, ഒരു ഹോപ്പില്ല, ഓടെ പോവേ എന്ന് പറയുമ്പോഴത്തേക്കിന് അവര് വർഗീയ ശക്തികളാണ്. അവരോട് പോകുമ്പോൾ ഇത് വർഗീയ ശക്തികളാണ് അവരെ അടുപ്പിക്കാൻ കൂടില്ല എന്ന് ജി പറഞ്ഞേ. ഇങ്ങനെ പറയുന്നൊരു ജി എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങ് ആരാണ്? അങ്ങ് ആരാകുന്നു? അങ്ങയുടെ പ്രത്യയശാസ്ത്രം അതെന്താകുന്നു? പ്ലീസ് ദയവതി ഇതൊന്ന് ക്ലാരിഫൈ ചെയ്താലും ാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ 2020 ആശയത്തോട് ഭയങ്കര യോജിപ്പുള്ള ഒരാളായിരുന്നു ഞാൻ. ഒരു സ്വതന്ത്ര കാഴ്ചപ്പാട്, ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, കിഴക്കമ്പലത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള. പക്ഷേ പിന്നീട് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താ? കിഴക്കമ്പലത്ത് ചെയ്ത പലതും 2020 അല്ല കിറ്റെക്സിന് വേണ്ടിയിട്ടാണ്. കിറ്റെക്സിൻ്റെ പല കാര്യങ്ങളും നടത്തിയെടുക്കാനും എത്ര വലിയ കമ്പനിയാണെന്നുള്ള ഒരു പഞ്ചായത്തിൻ്റെ ഒരൊറ്റ ലെറ്റർ മതി ആ സ്ഥാപനം പൂട്ടിപ്പോകാൻ. അങ്ങനെ ഒരു ലെറ്റർ ഒരു കാലത്തും വരാതിരിക്കണമെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ ഭരണം അദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കണം. അവിടെ ജനങ്ങളെ എങ്ങനെ നിർത്തി? ആനുകൂല്യങ്ങൾ കൊടുത്തു നിർത്തി. ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ജനത അവർക്കൊപ്പം നിന്നു. പൊതുവെ നമ്മുടെ ഇന്ത്യൻ ജനതയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് കിഴക്കമ്പലത്ത് അവർക്ക് വേണ്ടി ജനങ്ങൾ നിന്നു. ഇത് ഇപ്പുറത്ത് ഇനി ഒരു കാര്യം പറയാം. ഏതാണ്ട് 1600 കോടി രൂപയുടെ നഷ്ടം കിറ്റെക്സിനുണ്ട്. അത് അമേരിക്കൻ താരിഫ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് കിറ്റെക്സിനുണ്ടായ നഷ്ടമാണ്. ഞാൻ ഷെയർ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ നഷ്ടം നികത്താൻ അദ്ദേഹം കേന്ദ്രവുമായി ചേരുമ്പോൾ തെലങ്കാനയിൽ അദ്ദേഹത്തിന് പല പ്രോജക്റ്റുകളും പാസ്സാക്കി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കേന്ദ്രം ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് 10,000 CRO മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു പ്രോജക്റ്റ്. അതിൻ്റെ കറക്റ്റ് റിപ്പോർട്ട് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അതിൽ ഓരോ കമ്പനികളെ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ഷെയർ വാല്യൂ വർദ്ധിക്കും, കിറ്റെക്സിനും പ്രയോജനപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ കമ്പനിയെ രക്ഷിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാകണം ഇന്നലകളിൽ അതിശക്തമായി 3 രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ച് ഒരു മനുഷ്യൻ പോയത്. പക്ഷേ അതിലേക്ക് ദയവ് ചെയ്ത് നമ്മളെ വലിച്ചിടരുതായിരുന്നു. പുള്ളിയുടെ ലക്ഷ്യം രാഷ്ട്രീയ പ്രവർത്തനമാണെന്നാണ് ഞാൻ കരുതിയത്. എൻ്റെ ആഗ്രഹം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു. അത് പുള്ളിക്ക് അങ്ങനെ ആഗ്രഹമില്ല. യെസ്, അതെ, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചേക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. എൻ്റെ പൊന്നി ജി, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനാണെങ്കിൽ ഈ ചാണകത്തിൽ പോയി ചവിട്ടേണ്ട ആവശ്യമുണ്ടോ ജി? പിന്നെ ഇതൊക്കെ തന്നെയാണ് നോർത്ത് ഇന്ത്യയിൽ നടക്കുക. ഇവിടെ കിറ്റെക്സിന് വേണ്ടിയിട്ട് ഇവർ ചെയ്തേക്കുന്ന കാര്യങ്ങൾ പറയുന്നില്ലേ, അതുപോലെ തന്നെയാണ് അദാനിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നോർത്തിൽ നമ്മുടെ വലിയ ജി ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഇതൊക്കെ അറിയുന്നൊരു വ്യക്തിയാണ്. അബ്ബോ ബാക്കി പറഞ്ഞാലും തീർച്ചയായിട്ടും സാബുവിന് കാശടിക്കാനുള്ള ഒരു സംവിധാനമായിട്ട് മാറി. അല്ല, അദ്ദേഹം ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പം ഒരാൾ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കാശടിക്കണോ, അതിനെ മുന്നോട്ട് കൊണ്ടുപോകണോ, ഇതൊക്കെ പുള്ളിയുടെ മാത്രം താല്പര്യമാണ്. പുള്ളി അതൊക്കെ ചെയ്തോട്ടെ. ഇതൊന്നും എന്നെ സംബന്ധിച്ചൊരു വിഷയമുള്ള കാര്യമല്ല. അല്ല, എനിക്ക് മനസ്സിലായ യാഥാർത്ഥ്യം ഞാൻ ഉൾപ്പെടെയുള്ളവർ ചതിക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഒന്ന്, ഞാൻ വന്നതിന് ശേഷം കുറേ സ്ഥാനാർത്ഥികളെ ഇവർ പ്രഖ്യാപിച്ചു. ഒരു രാഷ്ട്രീയവും അറിയാത്ത, നിലവിൽ രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ഒരു ഇടപെടൽ പോലും നടത്തിയിട്ടില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്നപ്പോൾ തന്നെ ആദ്യം അവിടെ നാണം കിട്ടും. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ നിന്ന് സംസാരിക്കുന്ന നമ്മുടെ മാരാർജി. രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതല്ല, പലപ്പോഴും ഇടപെടലുകൾ നടത്തുകയും ഏറി കയറുകയും ചെയ്തിട്ടുണ്ട്. അതല്ലാതെ രാഷ്ട്രീയത്തെ പറ്റിയിട്ട് ഒരു മാങ്ങത്തൊലി അറിയാത്ത എന്ന് പറഞ്ഞല്ലോ നമ്മുടെ ജി തന്നെയാണ്. അല്ല, പിന്നെ രാഷ്ട്രീയത്തെ പറ്റിയിട്ട് അറിയുന്ന ഏതെങ്കിലും ഒരു വ്യക്തി എന്ന് പറയാം, ബിഗ് ബോസ് ഉണ്ടായിരുന്ന ആൾക്കാരെ മൊത്തം എനിക്ക് വോട്ട് ചെയ്യുന്നു. ബിഗ് ബോസ് അല്ല പൊളിറ്റിക്സ്. ഇങ്ങനെ വിചാരിച്ച് മറ്റേ ഇലക്ഷൻ നടത്തുന്നത് ഹോട്ട്സ്റ്റാർ വഴിയാണെന്നുള്ളത്. ഇതുപോലൊരു വെകിളി. എല്ലാവരും പറഞ്ഞു അഖിലൊക്കെ 2020 വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തോന്നി കൊള്ളാം, എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ അവർ ചെയ്യാൻ പോകുന്നു. പിന്നീട് ആ സമയത്ത് വന്ന ചില കാൻഡിഡേറ്റ് പട്ടിക നിങ്ങൾ കേട്ട് കാണും. വോട്ടർ പട്ടികയിൽ പോലും പേരില്ലാത്തവർ, കേരളത്തിൽ ഇന്ന് വരെ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലാത്തവർ, ഒരു എവിടെ ആയിക്കോട്ടെ, കേന്ദ്രത്തിനെതിരെ ആയിക്കോട്ടെ, സംസ്ഥാനത്തിനെതിരെ ആയിക്കോട്ടെ, ഒരു രാഷ്ട്രീയ അഭിപ്രായ പ്രകടനം പോലും നടത്താത്ത ആൾക്കാരെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന് കാൻഡിഡേറ്റ് ആക്കി. അപ്പോൾ ഇവരുടെ ഉദ്ദേശം രാഷ്ട്രീയമല്ല, എങ്ങനെങ്കിലും ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ എവിടെയെങ്കിലും ഒക്കെ ഇട്ട് മത്സരിപ്പിച്ച് BJP-യിൽ നിന്ന് ഫണ്ട് വാങ്ങുക, തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അടുത്ത തെരഞ്ഞെടുപ്പ്. ജിക്ക് അത് ഇപ്പോഴാണോ മനസ്സിലായി? അല്ല, ഇതൊക്കെ നമുക്ക് അന്നേ മനസ്സിലായിരുന്നു. നിങ്ങൾ ഈ കോമാളികളെ കാണിക്കുകയും ഈ പറയുന്ന വോട്ടർ ലിസ്റ്റിൽ പോലും പേരില്ലാത്ത ആൾക്കാരെ പിടിച്ച് ഇലക്ഷന് പിടിച്ച് നിർത്തി, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പേർ കിടന്ന് കഷ്ടപ്പെടുന്നതല്ലാതെ 2020 ഞാനിതെല്ലാം പറയുമ്പോഴും 2020 എന്ന രാഷ്ട്രീയ സംവിധാനത്തിന്റെ കൂടെ ആളില്ല. ഇന്നലകളിൽ ഞാൻ പല സ്ഥലത്ത് പ്രചരണത്തിന് ചെല്ലുമ്പോഴും ഇവരെല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി പറയുന്ന ഒരു കാര്യം, ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ അതിൽ നോട്ട് വന്നേനെന്ന്. പൊട്ടനാടാ നമ്മുടെ മാരാർജി, ഇത്രയ്ക്ക് പൊട്ടനാടാ. ജിക്ക് ഇതൊക്കെ ഇപ്പോഴാണോ മനസ്സിലാവുന്നത്? എന്നാലും ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതെല്ലാം കഴിഞ്ഞ് പൈസയും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ലാസ്റ്റ് അവർ വന്ന് പറയുകയാണ്, നീ ഇതിൽ ഈ ചാണകത്തിൽ പോയി ചവിട്ടില്ല, നിങ്ങൾക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് വോട്ട് തന്നേനെന്ന്. അതോടെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിപ്രഷനെ, നമ്മുടെ ജിയുടെ ഡിപ്രഷൻ. എന്നാലും എൻ്റെ ജി ഇത് വെറുതെ നിങ്ങൾക്ക് വെറുതെ പിച്ചായിട്ട് വരുമായിരുന്നല്ലോ ആൾക്കാർ. പക്ഷെ നിങ്ങൾ പോയി ജി, നിങ്ങൾ മനസ്സിലാക്കേണ്ടായിരുന്നു, അത്യാവശ്യം ചിന്തിക്കാനും വിവരം ബോധമുള്ള ഏതൊരു വ്യക്തിയാണെങ്കിൽ ഇടത്തോട്ട് പോയാലും വലത്തോട്ട് പോയാലും ചാണകത്തിൽ പോയി ചവിട്ടില്ല ജി.
അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി ജി. 2020 സ്ഥാനാർത്ഥിയായപ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യം, ഇന്ത്യയുടെ ഭാഗമാകണമെങ്കിൽ എന്തിനാണ് 2020 ബിജെപിയിൽ ചേർന്നാൽ പോരെ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിനിപ്പോൾ ഉത്തരവുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ബിജെപിയുടെ വികസന കാഴ്ചപ്പാടുകളോട് ഭയങ്കര യോജിപ്പുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് ഒരു ബിജെപി നേതാവിൻ്റെ വർഗീയ സ്റ്റേറ്റ്മെൻറ്റുകളെ സപ്പോർട്ട് ചെയ്യാനോ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാനോ എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ഉത്തരമാണത്. എനിക്ക് ബിജെപി പോകുന്നതിന് മറ്റൊരു തടസ്സമില്ല. ഞാൻ 8 വർഷങ്ങൾക്ക് മുമ്പ് യുവമോർച്ചയുടെ ജില്ലാ കമ്മിറ്റി അംഗം രാജിവെക്കുമ്പോൾ ഞാൻ പിന്നീട് ഇന്ന് വരെയും ബിജെപിയിലേക്ക് പോകാത്തത് ബിജെപി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് വെറുപ്പുണ്ടായതുകൊണ്ടല്ല. ബിജെപി മുന്നോട്ട് വയ്ക്കുന്ന, നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ഡെവലപ്മെൻറ്റ്സിനോടും അന്നും ഇന്നും യോജിപ്പാണ്. പക്ഷേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന ആശയം ഹിന്ദുത്വ ദേശീയബോധമായതുകൊണ്ടും അവരുടെ ചില നേതാക്കന്മാരാൽ സൃഷ്ടിക്കപ്പെടുന്ന ചില വിഭാഗീയതകളും എനിക്ക് ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ടും ഒരു സ്വതന്ത്ര കാഴ്ചപ്പാടോടുകൂടി ഒരു മതേതര മൂല്യത്തോടു കൂടിയിട്ട് നിൽക്കണം എന്നുള്ള ഒറ്റ ചിന്തയിലും കൊട്ടാരക്കരയിൽ ഞാനൊരു സ്വതന്ത്രനായി മത്സരിച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്നത് കാണിച്ചു കൊടുക്കണം. ആരോടാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർക്ക് തന്നെ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒടുക്കുന്ന സുരേഷിനോട് കാണിച്ചു കൊടുക്കണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ യഥാർത്ഥ തീരുമാനമെടുത്തത്. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കടേ ജി. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരാളും നമ്മുടെ നാടിന് നല്ലതുണ്ടാക്കുന്ന ഡെവലപ്മെന്റ്സിന് ഇവിടെ ആരും എഗെയിൻസ്റ്റ് അല്ല. പറഞ്ഞില്ലേ? പിന്നെ നിങ്ങൾ പറയാൻ ഡെവലപ്മെന്റ്സ്, അമ്പലം പണിയുന്നത്, പള്ളി പൊളിച്ച് അമ്പലം പണിയുന്നൊക്കെ ഡെവലപ്മെന്റ്സ് ഒന്നും അല്ല ജി നിങ്ങളെ പാരായണ. പിന്നെ നിങ്ങൾ ഇത്രയ്ക്ക് പൊട്ടനാ ജി. നിങ്ങൾ പറയുന്നല്ലേ ഇവരുടെ ഈ ഒരു വർഗീയതയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ പറയുമ്പോഴത്തേക്കിന്, എടേ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം തന്നെ വർഗീയതയാണ്. ഇപ്പം ഈ കഴിഞ്ഞ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ അടക്കി വച്ചിരുന്ന സമയത്തേക്കിന് ഇവിടുത്തെ ഗോൾവാക്കർ പറഞ്ഞേക്കുന്ന സംഭവമാണ്. ഇതൊന്നും ഓർമ്മിപ്പിച്ചിട്ടൊക്കെ പോവാം. ഹിന്ദുക്കളെ ബ്രിട്ടീഷുകാരോട് പോരാടുന്നതിൽ നിങ്ങളുടെ ഊർജ്ജം പാഴാക്കരുത്. മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകൾ എന്നിവരായ നമ്മളുടെ ആന്തരിക ശത്രുക്കളെതിരെ പോരാടാൻ നിങ്ങളുടെ ഊർജ്ജം രക്ഷിക്കുക എന്ന് പറഞ്ഞേക്കുന്നത് സ്വാതന്ത്ര്യ സമരകാലത്ത് നേതാവ് അണികൾക്ക് നൽകിയേക്കുന്ന ഉപദേശമാണ്. ഇങ്ങനൊരു പ്രത്യയശാസ്ത്രമുള്ള ഒരു പാർട്ടിയിലൊക്കെ പോകുമ്പോഴത്തേക്കിന് എന്ത് ഇങ്ങനെ വിചാരിക്കണേ? ഈ പ്രത്യയശാസ്ത്രം പൊക്കി പിടിച്ചു നടക്കുന്ന ആൾക്കാരെന്തുവാ മനുഷ്യനെ മനുഷ്യമായിട്ട് കാണുന്ന പറയുന്നത്? പൊക്ക ജി അവിടുന്ന് കിട്ടിയിട്ടൊന്നുമില്ല. ഇതിന്റെ പഴി ഞങ്ങൾക്ക് ചുമക്കേണ്ട കാര്യമില്ല. സ്വതന്ത്ര കാഴ്ചപ്പാടോട് കൂടിയിട്ട് ശരിയെന്ന് തോന്നുന്ന വിഷയം പലപ്പോഴും പല ആൾക്കാരും തമാശ രൂപേണ പറയുന്ന നിലപാട്, എന്നെ സംബന്ധിച്ച് നിലപാടെന്നെങ്കിൽ ഒരു വിഷയത്തിന്റെ ശരിയാണ്. അത് ബി ടി വി പറഞ്ഞത് ശരി, ബി ടി വിക്കൊപ്പം, റിപ്പോർട്ടർ പറഞ്ഞ റിപ്പോർട്ടറിനൊപ്പം, തെറ്റാണെന്നുണ്ടെങ്കിൽ തെറ്റ്, ശരിയാണെങ്കിൽ ശരി. അത് മറ്റു പലർക്കും അതങ്ങനെ ആയിരിക്കാത്തതുകൊണ്ട് അവർക്ക് നമ്മളെ വിമർശിക്കാം. എന്തോന്ന് ബിഗ് ടി വി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊപ്പം, റിപ്പോർട്ടർ ഒരു കാര്യം പറഞ്ഞാൽ അവർക്കൊപ്പം. ബിഗ് ടി വി ഇപ്പം പറയാണ്, ഇപ്പം ഒരാളെ ഇങ്ങനെ ഠോ ചെയ്തതാണെങ്കിൽ നല്ല കാര്യം എന്ന് പറയാണ്. അപ്പം ജി പറയും ശരിയാണ്, നല്ല കാര്യം. എന്നാൽ തൊട്ടിപ്പുറത്ത് വന്നിട്ട് റിപ്പോർട്ടർ പറയാനും ഠോ ചെയ്തതാണെങ്കിൽ അത് തെറ്റാണ്, അവനെ തൂക്കിലേറ്റണം എന്ന് പറയാണ്. ശരിയാണ്, റിപ്പോർട്ടർ പറഞ്ഞതാണ് ശരി. എൻ്റെ പൊന്നു ജി, 2 വള്ളത്തിലും കാല് വെക്കരുത്, കവ കീറിപ്പോവും. വിഷയത്തിൽ എൻ്റെ ശരിയാണ് എൻ്റെ നിലപാടെന്ന് പറയുന്നത്. ആ ശരികളുമായി മുന്നോട്ട് പോകും. വിദ്യാർത്ഥി സമരത്തെ ആദ്യ ദിവസം തന്നെ പൂർണ്ണാർത്ഥത്തിൽ പിന്തുണച്ച ആളാണ്. അതേസമയം തന്നെ നരേന്ദ്രമോദി എടുത്ത തീരുമാനത്തെയും പൂർണ്ണാർത്ഥത്തിൽ പിന്തുണച്ച ആളാണ്. കാരണം ജനാധിപത്യ ബോധമാണ്, അല്ലാതെ കോൺഗ്രസ് അടിയന്തരാവസ്ഥ കാലത്ത് ചെയ്തതൊക്കെ ചെയ്തില്ല. ആരുടെ ശബ്ദങ്ങൾ അടിച്ചമർത്താൻ നോക്കില്ല, ശബ്ദങ്ങളെ കേട്ടു. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു വിദ്യാർത്ഥി സമരത്തിനെ. ജിയുടെ പ്രൊട്ടസ്റ്റിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. അത് കണ്ടിട്ട് പോലും ഉണ്ടല്ലോ, ആ വീഡിയോയ്ക്കകത്ത് തന്നെ ഇപ്പോൾ സൈഡ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാന്ന്. കുറച്ചങ്ങോട്ട് വിചാരിക്കും പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എഗൻസ്റ്റ് ആണ് ഈ പറയുന്നത് മോദിജിക്കും ഈ ഗവൺമെന്റിന് BJPക്ക് സപ്പോർട്ടായിട്ടുള്ള രീതിയിലുള്ള കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ തോന്നുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് വീണ്ടും നമുക്ക് തോന്നുന്നു ഇവർക്ക് എഗൻസ്റ്റ് ആണോ എന്ന്. എന്താണെങ്കിൽ ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ശരി.